ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على نبي الأمين وعلى آله ومن اتبع سنته إلى يوم الدين. أما بعد. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിലെ ഒന്നാമത്തെ സൂറത്തു അൽ ഫാത്തിഹ. ആ സൂറത്തിന്റെ തഫ്സീറാണ് ഇന്നു മുതൽ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു നന്നായി പഠിക്കുവാനും ജീവിതത്തിൽ പാലിക്കുവാനുമുള്ള തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുവാനാകട്ടെ. സൂറത്തു അൽ ഫാത്തിഹയെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ കിതാബിൽ പറഞ്ഞിട്ടുള്ളത്, വലഖദ് ആതൈനാക സബ്അൻ മിനൽ മസാനി വൽ ഖുർആനൽ അസീം. അള്ളാഹു ഖുർആനിൽ സൂറത്തുൽ നഹ്ലിൽ പറഞ്ഞതാണ്, വലഖദ് ആതൈനാക സബ്അൻ മിനൽ മസാനി വൽ ഖുർആനൽ അസീം. തീർച്ചയായും നാം താങ്കൾക്ക് നൽകിയിരിക്കുന്നു സബ്അൻ മിനൽ മസാനി, 7 ആവർത്തിത വചനങ്ങൾ, 7 ആയത്തുകൾ, വൽ ഖുർആനൽ അസീം, മഹത്തായ ഖുർആനും ഇത് നാം താങ്കൾക്ക് നൽകിയിരിക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഉമ്മുൽ ഖുർആൻ വ ഉമ്മുൽ കിതാബ് വസ്സബ്ഉൽ മസാനി വൽ ഖുർആനുൽ അസീം അല്ലദീ ഊതീതു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അഥവാ സൂറത്തുൽ ഫാത്തിഹ അതാകുന്നു ഉമ്മുൽ ഖുർആൻ. ഖുർആനിൽ സൂറത്തുൽ ഫാത്തിഹയുടെ ഓരോ പേരുകളാണ് ഈ ഹദീസിൽ പറയുന്നത്, പഠിച്ചു വെക്കണം. ഒന്ന് ഉമ്മുൽ ഖുർആൻ വ ഉമ്മുൽ കിതാബ് വസ്സബ്ഉൽ മസാനി വൽ ഖുർആനുൽ അസീം. ഇതൊക്കെ എന്തിനെ പറ്റിയാണ് പറഞ്ഞത്? സൂറത്തുൽ ഫാത്തിഹ. നോക്കണം, ഉമ്മുൽ കിതാബ്. ഉമ്മുൽ കിതാബ് എന്ന് പറഞ്ഞാൽ കിതാബിന്റെ എല്ലാം, കിതാബിലെ മുഴുവൻ ആശയങ്ങളും അടങ്ങുന്നത് സൂറത്തുൽ ഫാത്തിഹയിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിൽ കിതാബിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ചുരുക്കി ഏത് സൂറത്തിൽ പറഞ്ഞിരിക്കുന്നു? സൂറത്തുൽ ഫാത്തിഹ. ഈ സൂറത്തിന് ഒരുപാട് പേരുകൾ പരിശുദ്ധ ഖുർആനിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്നും പണ്ഡിതന്മാർ ഇസ്തിൻബാത്ത് ചെയ്തെടുത്തതായി കാണാം, ഊരിയെടുത്തതായി കാണാം. അതിൽപ്പെട്ട ചില പേരുകൾ പറഞ്ഞ് നമുക്ക് തുടങ്ങാം ഇൻഷാ അല്ലാഹ്. ആ പേരുകൾ പറയുമ്പോൾ തന്നെ അതിന്റെ മഹത്വം മനസ്സിലാവും. ഒന്നാമത്തെ പേര് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ സൂറത്തു അൽ ഫാത്തിഹ. ഫതഹ എന്ന് പറഞ്ഞാൽ തുറന്നു, ഇഫ്തിതാഹ് ഉദ്ഘാടനം. ഫതഹ തുറന്നു. ഫാത്തിഹത്തുൽ കിതാബ് പരിശുദ്ധ ഖുർആനിന്റെ പ്രാരംഭം, തുടക്കം. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹു തആല പറയുന്നു അദ്ദേഹത്തിന്റെ തഫ്സീറിൽ തുടക്കത്തിൽ, ഫാത്തിഹത്തുൽ കിതാബി ഖത്തൻ വബിഹാ തുഫ്തഹുൽ ഖിറാഅത്തു ഫിസ് സ്വലവാത്ത്. എഴുതുമ്പോഴും പരിശുദ്ധ ഖുർആൻ എഴുതുമ്പോഴും ആദ്യം എഴുതുന്നത് ഏത് സൂറത്താണ്? സൂറത്തുൽ ഫാത്തിഹ. നമസ്കാരത്തിൽ ഓതുമ്പോ ഏത് സൂറത്താണ് ആദ്യം എഴുതുന്നത്? അൽ ഫാത്തിഹ. അങ്ങനെ തുടക്കം എന്ന അർത്ഥത്തിൽ. രണ്ടാമത്തെ പേര് നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസിലുണ്ടല്ലോ, ഉമ്മുൽ ഖുർആൻ, ഉമ്മുൽ കിതാബ്, അതൊക്കെ ഖുർആനിലും ഹദീസിലും വന്നതാണ്. ഖുർആനിൽ തന്നെ വന്ന പേരാണിത്. സബ്ഉൽ മസാനി, 7 ആവർത്തിത വചനങ്ങൾ. ഉമ്മുൽ കിതാബ്, ഉമ്മുൽ ഖുർആൻ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞ ഹദീസിൽ വന്നു. മറ്റൊരു പേര് അസ്സലാഹ്, സലാഹ്, നമസ്കാരം എന്ന് സലാത്തിന് അർത്ഥമുണ്ട്. അതേ പേര് ഈ സൂറത്തിനുണ്ട്. അതൊരു ഹദീസിലാണ്, നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ബുഖാരി മുസ്ലിമും ഒക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു പറഞ്ഞിരിക്കുന്നു, ഖസംതു സ്വലാത ബൈനി വബൈന അബ്ദി നിസ്ഫൈൻ. ഞാൻ പകുത്തിരിക്കുന്നു, വീതിച്ചിരിക്കുന്നു എനിക്കും എന്റെ അടിമക്കുമിടയിൽ. എന്തിന്? അസ്സലാഹ്, സ്വലാത്തിനെ. ഇവിടെ അല്ലാഹു ഉദ്ദേശിച്ചത് എന്തിനാണ്? സൂറത്തുൽ ഫാത്തിഹ. കാരണം ഇദാ ഖാലൽ അബ്ദ്, അടിമ പറഞ്ഞാൽ, അവൻ നമസ്കാരത്തിൽ പറയുക അല്ലെങ്കിൽ സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോൾ പറയുകയാണ് എന്ത്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു സ്തുതികൾ മുഴുവനും എന്ന് മലയാളത്തിൽ നമുക്ക് ഏകദേശം അർത്ഥം പറയാവുന്ന ആയത്ത് അടിമ ഊതിയാൽ ഖാല അല്ലാഹു തആല, അല്ലാഹു പറയും,
ഹമിദനി അബ്ദി, എന്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു. വഇദാ ഖാല അൽ അബ്ദു അർ-റഹ്മാൻ അർ-റഹീം, റഹ്മാനായ റഹീമായ അല്ലാഹു, പരമകാരുണികൻ, കരുണ വാരിച്ചൊരിയുന്നവൻ. നമുക്ക് അതിന് മലയാളത്തിൽ അർത്ഥം പറയാം, പെട്ടെന്ന് മനസ്സിലാവാൻ. വിശദീകരണം വരുമ്പോൾ കൂടുതൽ മനസ്സിലാവും. എന്ന അർ-റഹ്മാൻ റഹീം എന്ന് പറഞ്ഞാൽ ഖാല അല്ലാഹു തആല, അല്ലാഹു പറയും, അസ്ന അലയ്യ അബ്ദി, എന്റെ അടിമ ഇതാ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു. വഇദാ ഖാൽ മാലികി യൗമിദ്ദീൻ, യൗമുദ്ദീൻ പ്രതിഫല നാടിന്റെ ഉടമസ്ഥനായവൻ എന്ന് അടിമ പറഞ്ഞാൽ ഖാല അല്ലാഹ്, അല്ലാഹു പറയും, മജ്ജദനി അബ്ദി, എന്റെ അടിമ ഇതാ എന്നെ വാഴ്ത്തിയിരിക്കുന്നു. وإذا قال إياك نعبد وإياك نستعين, അടിമ പിന്നെ അള്ളാഹുവിനെ നേരിട്ട് കാണുന്നത് പോലെയാണ് പറയുന്നത്. ഇതുവരെ പറഞ്ഞത് സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിനെ സ്തുതി, അവൻ പരമകാരുണികനാണ്, കരുണാവാരിധിയാണ്, അവൻ പ്രതിഫല നാളിന്റെ ഉടമസ്ഥയാണ്. പിന്നെ എങ്ങനെയാണ് പറയുന്നത്? ഇയ്യാക്, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പറഞ്ഞാൽ ഖാല അല്ലാഹ്, അള്ളാഹു പറയും, ഹാദാ ബൈനി വബൈന അബ്ദി, ഇത് ഞാനും എന്റെ അടിമയും തമ്മിലുള്ള കരാറാണ്. വലിഅബ്ദി മാ സഅൽ, എന്റെ അടിമ എന്താണോ എന്നോട് ചോദിക്കുന്നത് അതവന് കിട്ടിയിരിക്കും. അപ്പോഴാണ് നമ്മൾ ചോദിക്കുന്നത് എന്ത്? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. അല്ലാഹുവേ, ആ നേരായ പാതയിൽ നീ ഞങ്ങളെ ചേർക്കണേ. നിന്റെ അനുഗ്രഹം കിട്ടിയവരുടെ മാർഗത്തിൽ, നിന്റെ കോപത്തിനിരയായവരുടെ മാർഗത്തിലല്ല, വഴിപഴിച്ചു പോയവരുടെ മാർഗത്തിലുമല്ല, യൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും മാർഗത്തിലല്ല, അമല് കിട്ടി ഇൽമില്ലാതെ അമല് ചെയ്തവരുടെ മാർഗത്തിലല്ല, ഇൽമുണ്ടായിട്ടും അമല് ചെയ്യാത്തവരുടെ മാർഗത്തിലുമല്ല, നേരായ മാർഗത്തിൽ, പ്രവാചകന്മാരുടെ, സിദ്ദീഖുകളുടെ, ശുഹദാക്കളുടെ, സാലിഹുകളുടെ മാർഗത്തിൽ ചേർക്കണമെന്ന് പറഞ്ഞാൽ അള്ളാഹു പറയും, വലിഅബ്ദി മാ സഅൽ, എന്റെ അടിമ എന്നോട് എന്ത് ചോദിച്ചോ അതവന് കിട്ടിയിരിക്കുന്നു, അത് ഞാൻ കൊടുത്തിരിക്കും. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. ഈ ഹദീസിൽ അല്ലാഹു ഈ സൂറത്തിനെ കുറിച്ച് പറഞ്ഞു, ഖസംതു സ്വലാത ബൈനി വ ബൈന അബ്ദി നിസ്ഫൈൻ, ഞാൻ എനിക്കും എന്റെ അടിമക്കും ഇടയിൽ സ്വലാത്തിനെ രണ്ടായി പകുത്തിരിക്കുന്നു. ഉദ്ദേശിച്ചത് എന്തിനാണ്? സൂറത്തുൽ ഫാത്തിഹ. അതുകൊണ്ട് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ആ പേര്, അദ്ദേഹം മാത്രമല്ല ഒരുപാട് മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ആ പേര് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ എടുത്തു കൊടുത്തു. ഫാത്തിഹ, ഉമ്മുൽ ഖുർആൻ, ഉമ്മുൽ കിതാബ്, സബഉൽ മസാനി, പിന്നെ അസ്സലാഹ്. അടുത്തൊരു പേരാണ് അർ-റുഖ്യ. റുഖ്യ ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല, നമുക്കൊക്കെ അറിയാവുന്ന അർത്ഥമാണ്, മന്ത്രം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസിദ്ധമായ ഒരു ഹദീസിലൂടെ വന്നതാണ്. ഏതാണ്? രണ്ട് സംഭവങ്ങളിൽ. ഒന്ന്, ആ സഹാബിമാര് പോയി ഒരു ഭ്രാന്തനെ, തങ്ങലക്കിട്ട ഭ്രാന്തനെ ചികിത്സിച്ച സംഭവങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഫാത്തിഹ ഓതി അദ്ദേഹം 3 ദിവസം ആ മനുഷ്യനെ ചികിത്സിച്ചപ്പോ അദ്ദേഹം തങ്ങളിൽ നിന്ന് മോചിതനായി. നല്ല ഭ്രാന്തമാര്, സുബ്ഹാനല്ലാഹ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്തേക്ക് തിരിച്ചു വന്നു, ഒരു പ്രതിഫലം കൊടുത്തു. റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് തിരിച്ചു വന്നു. വേറൊരു സഹാബി ഇതുപോലെ വിഷം ബാധിച്ചൊരു ഒരു ഗോത്രത്തലവന് മന്ത്രിച്ചു കൊടുത്തു, പ്രതിഫലം കൊടുത്തു. അവർ അങ്ങനെ തിരിച്ചു വന്നു. ഒരാളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമാ യുദ്രീക അന്നഹാ റുഖ്യ, അത് റുഖ്യയായിരുന്നു എന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിയോട് ചോദിച്ചു. എന്തിനെ ഉദ്ദേശിച്ചത്? സൂറത്തുൽ ഫാത്തിഹ. മറ്റേ സഹാബിയോട് പറഞ്ഞു, എത്ര ആളുകളാണ് ബാത്തിലായ റുഖ്യ കൊണ്ട് തിന്നുന്നത്, നീ തിന്നത് ഹക്കായ റുഖ്യ കൊണ്ടാണ്. പരിശുദ്ധ ഖുർആൻ ഓതി മന്ത്രിച്ച് അദ്ദേഹം പ്രതിഫലം വാങ്ങി. സഹാബി അങ്ങനെ വാങ്ങാം, ഒരാൾക്ക് മന്ത്രിച്ചു കൊടുത്താൽ അയാളെന്തെങ്കിലും തരികയാണെങ്കിൽ വാങ്ങാം. സഹാബിമാർ ചോദിച്ചു വാങ്ങുകയാണ് ചെയ്തത്. ഇതല്ലേ പണ്ട് മുസ്ലിയാക്കന്മാർ ചെയ്തതും നമ്മളെ എതിർത്തതും? അത് ശിർക്കിന്റെ മന്ത്രം, ഇത് ഹക്കായ മന്ത്രം, അത് ബാത്തിന്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അതാണ് ബാത്തിലായ റുഖ്യ കൊണ്ട് തിന്നുന്നത്, അതാണ് അവർ തിന്നത്. താങ്കൾ തിന്നത് ഹക്കായ റുഖ്യ കൊണ്ടാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വ്യത്യാസം പറഞ്ഞു, മനസ്സിലല്ലോ. അപ്പൊ റുഖ്യ എന്ന പേര് ഈ സൂറത്തിന് ഉണ്ട്. ആ ഹദീസുകൾ ഞാൻ വായിക്കുന്നില്ല, വിശദീകരിക്കുന്നില്ല, ഞങ്ങൾ കേട്ടതായിരിക്കും ഒരുപാട് തവണ. നമ്മൾ തഫ്സീറിലേക്ക് കടക്കാം. മറ്റൊന്ന്, ഇതാണ് ഫാത്തിഹയുടെ പേരുകൾ.
സബഉൽ മസാനി 7 ആവർത്തിച്ച പദ്യങ്ങൾ ഖുർആനിൽ വന്നതാണെന്ന് ഞാൻ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇനി ഈ സൂറത്തിന് വന്നിട്ടുള്ള ചില ശ്രേഷ്ഠതകൾ നമ്മൾ മനസ്സിലാക്കണം. സൂറത്തിന്റെ തഫ്സീറിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു സംഭവം ഇങ്ങനെയാണ്. അബൂ സഈദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല കുൻതു ഉസല്ലി ഫദആനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സൂറത്തിന്റെ ശ്രേഷ്ഠതകൾ മനസ്സിലാക്കുക. പരിശുദ്ധ ഖുർആനിൽ ശ്രേഷ്ഠത കൂടിയ സൂറത്തുകളും അത്ര ഇല്ലാത്തതുമുണ്ട്. ശ്രേഷ്ഠത കൂടിയ ആയത്തുകളുണ്ട്, തഫാദുലുണ്ട് എന്നാണ് എനിക്ക് പറയാം. ശ്രേഷ്ഠത വ്യത്യാസം. അള്ളാഹുവിന്റെ പടപ്പുകളിൽ അള്ളാഹു ചിലർക്ക് ശ്രേഷ്ഠത നൽകി, ചിലർക്ക് ശ്രേഷ്ഠത നൽകാതിരുന്നത് പോലെ അള്ളാഹുവിന്റെ കലാമിനും അള്ളാഹു അങ്ങനെ നിശ്ചയിച്ചിട്ടുണ്ട്. അള്ളാഹു അവനെ കുറിച്ച് പറഞ്ഞു, വറബ്ബുക യഖ്ലുഖു മാ യശാഉ വയഖ്താർ. ഖുർആനിലുള്ളതാണ്. വറബ്ബുക, നിന്റെ റബ്ബ്, യഖ്ലുഖു മാ യശാ, അവൻ ഉദ്ദേശിച്ചത് പടക്കുന്നു, വയഖ്താർ, അവൻ ഉദ്ദേശിച്ചതിനെ അവൻ തെരഞ്ഞെടുക്കുന്നു. അള്ളാഹു ഒരുപാട് കാലം അള്ളാഹു പഠിച്ചു. അല്ല, ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹറൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ 4 ഹുറും. സൂറത്തു തൗബയിൽ അള്ളാഹു പറഞ്ഞു, ആകാശഭൂമികളെ പടച്ചന്ന് മുതൽ മാസങ്ങളുടെ എണ്ണം എത്രയാണ്? 12. മിൻഹാ 4 ഹുറും, അതിൽ 4 മാസങ്ങൾ പവിത്രമാണ്. ഏതൊക്കെ 4 മാസങ്ങൾ? ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ്. 3 മാസങ്ങൾ അടുപ്പിച്ചടുപ്പിച്ചു. ഒന്ന് വേറിട്ടും പെട്ടെന്ന് പഠിക്കുക. അങ്ങനെ ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം അടുത്തടുത്തുള്ളത്, പിന്നെ മുഹറം. അതുപോലെ അള്ളാഹു ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, പിന്നെ റജബ്. അള്ളാഹു അതുപോലെ റമദാനിനെ തെരഞ്ഞെടുത്തു. നിങ്ങൾ നോക്ക്, ദിവസങ്ങളിൽ അള്ളാഹു വെള്ളിയാഴ്ചയെ തെരഞ്ഞെടുത്തു. അള്ളാഹുവിന്റെ പടപ്പുകളിൽ അവന്റെ പ്രവാചകന്മാരെ അവൻ തെരഞ്ഞെടുത്തു. അവരിൽ ഉലുൽ റസൂലുകൾ അള്ളാഹു പ്രത്യേകം തെരഞ്ഞെടുത്തു. നബിമാരിൽ നിന്ന് റസൂലുകളെ, അവരിൽ നിന്ന് ഉലുൽ അസ്മിന്റെ 5 പ്രവാചകന്മാർ, അവരിൽ നിന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ പടപ്പിൽ ചിലർക്ക് ചിലതിനേക്കാൾ ശ്രേഷ്ഠത കിട്ടും. സ്ഥലങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. പള്ളികൾ, ചില പള്ളികൾക്ക് പ്രത്യേകതകൾ സ്ഥിരീകരിക്കേണ്ടതില്ല. അതുപോലെ ആയത്തുകളിലും. സൂറത്തുൽ ഫാത്തിഹ, അതിന് ചില ഫളായിലുകളുണ്ട്. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ സഹാബി പറയുന്നു, ഞാൻ നമസ്കരിക്കുകയാണ്. അബൂ സഈദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ നമസ്കരിക്കുകയാണ്. ഫദആനി റസൂലുള്ളാഹ്, അപ്പൊ നമസ്കരിച്ചുകൊണ്ടിരിക്കെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ വിളിച്ചു. ഫലം അജിബ്, നമസ്കാരത്തിലായതുകൊണ്ട് ഞാൻ എനിക്ക് ഉത്തരം നൽകിയില്ല, എന്റെ അടുത്തേക്ക് പോയില്ല. ഹത്താ സല്ലൈതു ഫഅതൈതുഹു, നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്തേക്ക് പോയി. ഫഖാൽ, അപ്പോൾ റസൂൽ ചോദിച്ചു, മാ മനഅക അൻ തഅതീനി, എന്താണ് ഞാൻ വിളിച്ചപ്പോ താങ്കൾ വരാതിരുന്നത്? ഖാല ഖുൽതു, ഈ സഹാബി പറയുന്നു, ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നി കുന്തു ഉസല്ലി, നബി ഞാൻ നിസ്കരിക്കുകയായിരുന്നു. ഖാല അലം യഖുലില്ലാഹു തആല യാ അയ്യുഹല്ലദീന ആമനൂ ഇസ്തജീബൂ ലില്ലാഹി വലിർറസൂൽ ഇദാ ദഅാകും ലിമാ യുഹ്യീകും. അല്ലാഹു പറഞ്ഞിട്ടില്ലേ, അല്ലാഹുവും അവന്റെ റസൂലും നിങ്ങൾക്ക് ജീവൻ നൽകുന്ന കാര്യത്തിലേക്ക് നിങ്ങൾ വിളിച്ചാൽ നിങ്ങൾ ഉത്തരം നൽകണം എന്ന് പറഞ്ഞിട്ടില്ലേ? പിന്നെന്താണ് നിസ്കരിക്കുകയായിരുന്നിട്ട് ഞാൻ വിളിച്ചപ്പോ വരാതിരുന്നത്? വിളിച്ച് നമ്മൾ വിളിച്ചതുപോലല്ല, ചില പ്രത്യേകതകൾ അതിനുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, ലഉഅല്ലിമന്നക അഅ്ളമ സൂറത്തിൻ ഫിൽ ഖുർആൻ ഖബ്ല അൻ തഖ്റുജ മിനൽ മസ്ജിദ്. ഈ പള്ളിയിൽ നിന്ന് താങ്കൾ പുറത്തിറങ്ങുന്നതിന് മുമ്പേ, നീ പുറത്തു പോകുന്നതിന് മുമ്പേ പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ മഹത്തായ സൂറത്തിൽ ഞാൻ താങ്കൾക്ക് പഠിപ്പിച്ചു തരുന്നതാണ്. സഹാബി പറയുന്നു, നബി എന്റെ കൈ പിടിച്ചു. ഫലമ്മ അറാദ അൻ യഖ്റുജ മിനൽ മസ്ജിദ്, അങ്ങനെ പള്ളിക്ക് പുറത്തേക്ക് എത്താനാവുമ്പോ, ഇനി പള്ളിയുടെ പുറത്ത് കിടക്കാൻ ഉദ്ദേശിച്ചപ്പോ, ഈ സഹാബി മറ്റൊരു റിപ്പോർട്ടിൽ പറയുന്നത് കാണാം, ഞാനിങ്ങനെ മെല്ലെ നടന്നു. കാരണം അതിന്റെ എത്തുന്നതിന് മുമ്പ് നബി പറയട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ നബി പറഞ്ഞില്ല. ഞാൻ വാതിലിന്റെ അടുത്തെത്തിയപ്പോൾ ഞാൻ ചോദിച്ചു. എന്താണ് ചോദിച്ചത്? ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ് ഇന്നക ഖുൽത ലഉഅല്ലിമന്നക അഅ്ളമ സൂറത്തിൻ ഫിൽ ഖുർആൻ. നബി അങ്ങ് പറഞ്ഞില്ല ഏറ്റവും മഹത്തായ സൂറത്ത് ഏതാണെന്ന് എനിക്ക് പഠിപ്പിച്ചു തരാമെന്ന്. ഖാല നഅം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ. നബി ചോദിച്ചു, എന്താണ് താങ്കൾ നമസ്കാരത്തിൽ ഓതുന്ന സൂറത്ത്, ആദ്യം ഓതുന്ന സൂറത്ത്? അപ്പൊ ഇദ്ദേഹം
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന സൂറത്തുൽ ഫാത്തിഹ ആണെന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലം യൻസിൽ ലാ ഫിൽ തൗറാത്തി വലാ ഫിൽ ഇൻജീൽ വലാ ഫിൽ സബൂർ വലാ ഫിൽ ഖുർആൻ മിസ്ലുഹാ. തൗറാത്തിൽ അല്ലാഹു ഇറക്കിയിട്ടില്ല, ഇൻജീലിൽ അല്ലാഹു ഇറക്കിയിട്ടില്ല, സബൂറിൽ അല്ലാഹു ഇറക്കിയിട്ടില്ല, ഈ ഖുർആനിൽ തന്നെയും അല്ലാഹു വേറെ ഇറക്കിയിട്ടില്ല ഇതുപോലൊരു സൂറത്ത്. ഏത് സൂറത്താണ്? സൂറത്തു അൽ ഫാത്തിഹ. ഇത്രയും ശ്രേഷ്ഠത ഈ സൂറത്തിനുണ്ട്. മറ്റൊരു ഹദീസ് ഇങ്ങനെയാണ്, ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സഹീഹുൽ ഉദ്ധരിച്ചതാണ്. بين رسول الله صلى الله عليه وسلم فعنده جبرائيل. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലും ഒരിക്കലും ഇരിക്കുകയായിരുന്നു. നബിയും ജിബ്രീലും ഒന്നിച്ചിരിക്കുകയായിരുന്നു. إذ سمع نقيما فوقه. അപ്പോ കേട്ടു, മുകളിൽ നിന്നൊരു ശബ്ദം, ആകാശത്ത് നിന്നൊരു ശബ്ദം കേട്ടു. فرفع جبريل بصره. ജിബ്രീൽ അപ്പൊ മുകളിലേക്ക് കണ്ണുകൾ ഉയർത്തി നോക്കി, ഇല സമ, ആകാശത്തേക്ക് നോക്കി. فقال, ജിബ്രീൽ പറഞ്ഞു, هذا باب قد فتح من السماء ما فتح قط. ഇതാ ഇപ്പോൾ ആകാശത്തിൽ നിന്നൊരു വാതിൽ തുറന്നിരിക്കുന്നു, ഇതിനു മുമ്പ് ആ വാതിൽ തുറക്കപ്പെട്ടിട്ടില്ല. فنزل منه ملك. എന്നിട്ട് അപ്പോഴതാ അതിൽ നിന്ന് ഒരു മലക്ക് ഇറങ്ങി വരും. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ഈ മലക്ക് ഇതിനു മുമ്പ് ഇറങ്ങി വന്നിട്ടില്ല. ഒരു പ്രത്യേക വാതിലും ഒരു പ്രത്യേക മലക്കും. ഫഅത നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, അബ്ശിർ ബിനൂറൈൻ, അബ്ശിർ ബിനൂറൈൻ, താങ്കൾ സന്തോഷിക്കുക രണ്ട് പ്രകാശങ്ങൾ കൊണ്ട്, രണ്ട് നൂറ് കൊണ്ട് താങ്കൾ സന്തോഷിക്കുക. ഖദ് ഊതീതഹുമാ ലം യുഅതഹുമാ നബിയ്യുൻ ഖബ്ലക്. താങ്കൾക്ക് മുമ്പ് ഒരു നബിക്കും കിട്ടാത്ത കാര്യങ്ങളാണ് ആ രണ്ട് കാര്യങ്ങൾ, ആ രണ്ട് നൂർ. താങ്കൾക്ക് മുമ്പ് ഒരു പ്രവാചകനും കിട്ടിയിട്ടില്ല. ഏതൊക്കെയാണ് ആ രണ്ട് നൂർ? ഒന്ന് ഫാത്തിഹത്തുൽ കിതാബ്, സൂറത്തുൽ ഫാത്തിഹ. രണ്ടാമത്തത് ഖവാതീമു സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗം. രണ്ടാമത്തെ രണ്ടായത്തുകളാണ് ഉദ്ദേശിച്ചത്. ആമന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരാൾ ആ രണ്ട് ആയത്തുകൾ ഓതിയാൽ അവന് അത് മതി, അവനത് മതി, എല്ലാത്തിൽ നിന്നും രക്ഷയായിക്കൊണ്ട്. വേറെ ഓതണ്ടെന്നല്ല, അതിനത്രയും ശ്രേഷ്ഠതയുണ്ടെന്നാണ്. ഖവാതീം സൂറത്തുൽ ബഖറ. ലം തുഖറ ഹർഫൻ മിൻഹാ ലം തഖറ ഹർഫൻ മിൻഹാ ഇല്ലാ ഊതീതഹു. അതിൽ നിന്നൊരക്ഷരം താങ്കൾ ഓതിയിട്ടുണ്ടോ അത് താങ്കൾക്ക് കിട്ടിയിരിക്കും എന്നീ മലക്കുവന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയുണ്ടായി. ഇതാണ് ഈ സൂറത്തിന്റെ ശ്രേഷ്ഠത. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തെ കുറിച്ച് എന്താ പറഞ്ഞത്? മൻ സല്ല സ്വലാത്തൻ ലം യഖറഅ ഫീഹാ ബിഉമ്മിൽ ഖുർആൻ, മൻ സല്ല സ്വലാത്തൻ ലം യഖറഅ ഫീഹാ ബിഉമ്മിൽ ഖുർആൻ ഫഹിയ ഖിദാജ്. ഒരാൾ നമസ്കരിച്ചു പക്ഷെ എന്തോതില്ല, സൂറത്തുൽ ഫാത്തിഹ ഓതില്ല, ഫഹിയ ഖിദാജ്. അതിന് കുറവ് സംഭവിച്ചിരിക്കുന്നു, കോട്ടം സംഭവിച്ചിരിക്കുന്നു, ആ നമസ്കാരത്തിന് ന്യൂനത സംഭവിച്ചിരിക്കുന്നു. മറ്റൊരു ഹദീസിൽ കാണാം, ലാ സ്വലാത്ത ലിമൻ ലം യഖറഅ ബിഫാത്തിഹത്തിൽ കിതാബ്, ഫാത്തിഹ ഓതാത്തവന് നമസ്കാരമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വൈകി വരുന്നവർക്ക് ചില ഇളവുകളുണ്ട്. റുക്കൂഇലെത്തിയാൽ ആ റക്അത്ത് കിട്ടുന്ന, അവസാനത്തെ റക്അത്തിൽ ഇപ്പോ ഒരു റക്അത്ത് കിട്ടിയാൽ നമസ്കാരം കിട്ടിയെന്ന, ഒരു റക്അത്ത് കിട്ടിയവന് ജമാഅത്ത് ലഭിച്ചു. ഒരു റക്അത്ത് കിട്ടണമെങ്കിൽ മിനിമം ഏതിലെത്തണം? ഇമാമിന്റെ കൂടെ റുക്കൂഇൽ എത്തണം, ഫാത്തിഹയിൽ തന്നെ എത്തണം എന്ന് പറഞ്ഞ ഉലമാക്കളുണ്ട്. എന്നാൽ ചില സഹാബിമാർ റുക്കൂഇൽ എത്തുകയും അങ്ങനെ അവർ പിന്നെ നമസ്കാരം പൂർത്തീകരിക്കാതിരിക്കുകയും ബാക്കി സ്വീകരിക്കാതിരിക്കുകയും ചെയ്ത സംഭവങ്ങൾ സഹീഹായി ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ശൈഖ് നസ്റുദ്ദീൻ അൽബാനി സഹീഹാക്കിയ റിപ്പോർട്ടുകളിൽ. അപ്പൊ ഇത്രയും പ്രത്യേകതകൾ, ഒരുപാട് ശ്രേഷ്ഠതകളുള്ള സൂറത്താണ് സൂറത്തു അൽ ഫാത്തിഹ. ഒരു മുസ്ലിം അവനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവനെ ഒഴിവാക്കാൻ പറ്റാത്ത, ഇത് പഠിക്കാത്ത ഒരാൾ മുസ്ലിം ആവോ? ഇല്ല. ഇത് പഠിക്കാൻ സൂറത്തുൽ ഫാത്തിഹ അറിയാത്ത മുസ്ലിമാന്ന് പറയാൻ പറ്റും? കഴിയില്ല. മുസ്ലിമാണ് അവൻ പഠിച്ചത്. നമ്മളെല്ലാവരും വളരെ ചെറിയ പ്രായത്തിൽ ഓതി പഠിച്ചിട്ടുള്ള, നമ്മുടെ മനസ്സിലുള്ള പതിഞ്ഞിട്ടുള്ള
ഏത് ഉറക്കത്തിൽ വിളിച്ചു ചോദിച്ചാലും തെറ്റാതെ ഓതാൻ പറ്റുന്ന സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. പക്ഷേ യഥാർത്ഥ ഉറക്കത്തിൽ തജ്വീദോടുകൂടി ഓതാനും അതിന്റെ തഫ്സീറും നമ്മൾ പഠിച്ചിരിക്കണം. ഇൻഷാ അല്ലാഹ് നമ്മൾ തഫ്സീറിലേക്ക് കടക്കുക. ആദ്യമായി സൂറത്തുൽ ഫാത്തിഹയുടെ തഫ്സീർ പറഞ്ഞ ഉലമാക്കൾ എല്ലാവരും ഖുർആൻ ഓതുന്നതിന് മുമ്പ് നമ്മൾ ഇസ്തിആദ നടത്തണമല്ലോ പിശാചിൽ നിന്ന്. അതിന്റെ തഫ്സീർ പറഞ്ഞിട്ടാണ് ഉലമാക്കൾ എല്ലാവരും സൂറത്തുൽ ഫാത്തിഹയുടെ തഫ്സീർ പറഞ്ഞിട്ടുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം അത് സൂറത്തുൽ ഫാത്തിഹയിൽ ആയത്തല്ല. പക്ഷേ ഉലമാക്കൾ എല്ലാവരും സൂറത്തുൽ ഫാത്തിഹ പറയുമ്പോൾ ഔദിന്റെ തഫ്സീർ പറഞ്ഞിരിക്കുന്നു. കാരണം ഖുർആനിന്റെ തുടക്കത്തിലാണ് ഈ സൂറത്ത് എന്നതുകൊണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണല്ലോ സൂറത്തുൻ നഹ്ലിൽ 98-ാമത്തെ ആയത്തിൽ ഫഇദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. നീ ഖുർആൻ ഓതുകയാണെങ്കിൽ അല്ലാഹുവിനോട് നീ രക്ഷ തേടുക ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന്. അല്ലാഹുവിന്റെ കൽപ്പനയാണ്. ഖുർആൻ ഓതുമ്പോൾ എന്ത് പറയണം? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ഓതണം. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹു തആല ഈ അഊദു എന്നതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുക. എന്താണ് അഊദിന്റെ അർത്ഥം? അഊദു ഞാൻ രക്ഷ തേടുന്നു. അഊദു ബില്ലാഹി ആരോട്? അല്ലാഹുവിനോട്. മിനശ് ശൈത്വാൻ ശൈത്വാനിൽ നിന്ന്. അർ റജീം റജീം എന്ന് പറഞ്ഞാൽ എറിയപ്പെട്ട. നമ്മൾ സൂറത്തുൽ മുൽക്ക് പറയുമ്പോൾ അവൻ ആകാശത്ത് നിന്ന് എറിയുന്നത് ഒരുപാട് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞതാണ്. വലഖദ് സയ്യന്ന السماء الدنيا بمصابيح وجعلناها رجوما للشياطين. എറിയാനുള്ളതാക്കിയിരിക്കുന്നു. അങ്ങനെ എറിയപ്പെട്ടവനാണ്, അക്ഷരാർത്ഥത്തിൽ എറിയപ്പെട്ടവനാണ് എന്ന് മാത്രമല്ല അള്ളാഹുവിന്റെ എല്ലാ അനുഗ്രഹങ്ങളിൽ നിന്നും ദൂരെ ആട്ടി ഓടിക്കപ്പെട്ടവനാണ്, ശപിക്കപ്പെട്ടവൻ, എറിയപ്പെട്ടവൻ. പല നിലക്ക് അതിനെ വിശദീകരിച്ചിട്ടുണ്ട് ഉലമാക്കൾ. ആ പിശാചിൽ നിന്ന് അള്ളാഹുവിനോട് ഞാൻ രക്ഷ തേടുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ 3 സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് പിശാചിൽ നിന്ന് രക്ഷ തേടാൻ പറഞ്ഞിരിക്കുന്നു. ഒന്ന്, ഈ 3 ആയത്തുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 3 ആയത്തുകളല്ല, 3 സ്ഥലങ്ങൾ അള്ളാഹു ഇത് പറഞ്ഞിട്ടുള്ളത്. നാം ഇബ്നു കസീർ ഇത് പ്രത്യേകം ഉദ്ധരിച്ചിരിക്കുന്നു. ഒന്ന് സൂറത്തുൽ അറാഫിലെ 200-ാമത്തെ ആയത്താണ്. 200 മുതലുള്ള ആയത്തുകൾ. ഖുദുൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫി വഅഅ്രിദ് അനിൽ ജാഹിലീൻ. ഖുദുൽ അഫ്വ നീ എന്ത് ചെയ്യുക? മാപ്പ് സ്വീകരിക്കുക. ഒഴിവ് കഴിവ് പറയുന്നത് സ്വീകരിക്കുക, മാപ്പ് കൊടുക്കുക. വഅ്മുർ ബിൽ ഉർഫ് നന്മ കൽപ്പിക്കുക, അതുപോലെ നല്ല നിലക്ക് പെരുമാറുക. വഅഅ്രിദ് അനിൽ ജാഹിലീൻ എന്നർത്ഥം ജാഹിലികളിൽ നിന്ന് തിരിഞ്ഞു കളയുക. വഅഅ്രിദ് അനിൽ ജാഹിലീൻ. عباد الرحمن الذين يمشون على الأرض هونا وإذا خاطبهم الجاهلون قالوا سلاما. നല്ല ആളുകളുടെ സ്വഭാവമാണ് ജാഹിലികളോട് തർക്കിക്കാതിരിക്കുക എന്നുള്ളത്. അവരോട് സംസാരിച്ച് നേരം കളയാതിരിക്കുക. ജാഹിലികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി, പഠിക്കാൻ വേണ്ടി സംസാരിക്കുന്ന ആളുകളെയും വെറുതെ തർക്കിക്കാൻ വേണ്ടി സംസാരിക്കുന്ന ആളുകളെയും പെട്ടെന്ന് മനസ്സിലാവും. അല്ലെ? ബുദ്ധിയുള്ള ഒരാൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതിന് വലിയ വിവരമൊന്നും വേണ്ട, കുറച്ച് ബുദ്ധിയുള്ള ആൾക്ക് മനസ്സിലാവും. അങ്ങനെയുള്ള ആളുകൾ ഒഴിവാക്കുക. ജാഹിലീൻ. അടുത്ത ആയത്ത് ശ്രദ്ധിക്കുക. പിശാചിൽ നിന്ന് എന്തെങ്കിലും ഒരു ദുർബോധനം നിനക്ക് വന്നാൽ, നിനക്കുണ്ടായാൽ എന്ത് ചെയ്യണം? അള്ളാഹുവിനോട് നീ രക്ഷ തേടണം. ഇന്നഹു സമീഉൻ അലീം. അവനെല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം അറിയുന്നവനാണ്. ഈ ഒരായത്ത്. അടുത്തത് സൂറത്തുൽ മുഅ്മിനൂനിലെ ആയത്താണ്. ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ അസ്സയ്യിഅ. ഏറ്റവും നല്ലത് കൊണ്ട്, ഏറ്റവും ഉത്തമമായ വഴി കൊണ്ട് നീ തിന്മയെ പ്രതിരോധിക്കുക, തിന്മയെ തടയുക. നഹ്നു അഅലമു ബിമാ യസിഫൂൻ. അവർ വ്യാഖ്യാനിച്ച് അള്ളാഹുവിനെ കുറിച്ച് ഇല്ലാത്തത് പറയുന്നതിനെ കുറിച്ച് നാം നന്നായി അറിയുന്നവനാണ്. വഖുർ റബ്ബി അഊദു ബിക മിൻ ഹമദാതി ശയാത്തീൻ വഅഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ. നീ പറയുക, എന്റെ റബ്ബേ, പിശാചിന്റെ ഹമദാത്തിൽ നിന്നും അവന്റെ എല്ലാവിധ ദുർബോധനങ്ങളിൽ നിന്നും എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. അഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ. അല്ലാഹു ആ പിശാചുക്കൾ എന്റെ അടുത്ത് ഹാദിറാകുന്നതിൽ നിന്നും, അടുത്ത് പ്രത്യക്ഷപ്പെടുന്നതിൽ നിന്നും, സന്നിഹിതരാകുന്നതിൽ നിന്നും അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. ഇത് സൂറത്തുൽ മുഅ്മിനൂനിലെ ആയത്താണ്. നിങ്ങളൊക്കെ സൂറത്തുൽ ഫുസ്സിലെ 3 സ്ഥലങ്ങളാണ് ഞാൻ പറയുന്നത്.
സൂറത്ത് ഫുസ്സിലത്തിൽ ആയത്തുകൾ നോക്കി, അള്ളാഹു പറഞ്ഞു വലാ തസ്തവിൽ ഹസനതു വലാ സയ്യിഅ, നന്മയും തിന്മയും ഒരിക്കലും ഒരുപോലെയാവുകയില്ല. ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ, ഏറ്റവും നല്ലതെന്തോ അതുകൊണ്ട് നീ തിന്മയെ തടുക്കുക. ഫഇദല്ലദി ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം, അപ്പോഴതാ അങ്ങനെ നീ ചെയ്താൽ, തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിച്ചാൽ നിന്റെ ശത്രുവായിരുന്നവൻ അതാ നിന്റെ ഉറ്റമിത്രമായി മാറുന്നത് നിനക്ക് കാണാം. വമാ യുലഖാഹ ഇല്ലല്ലദീന സബറു വമാ യുലഖാഹ ഇല്ലാ ദു ഹദ്ദിൻ അളീം, പക്ഷേ ക്ഷമ കിട്ടിയവനല്ലാതെ, ക്ഷമിക്കുന്നവനല്ലാതെ, ക്ഷമാശീലർക്കല്ലാതെ ഇത് ചെയ്യാൻ സാധിക്കുകയില്ല. മാത്രല്ല വലിയ ഭാഗ്യം കിട്ടിയവർക്കല്ലാതെ, വമാ യുലഖാഹ ഇല്ലാ ദു ഹദ്ദിൻ അളീം, മഹത്തായ ഭാഗ്യം കിട്ടിയവർക്കല്ലാതെ അങ്ങനെ ചെയ്യാൻ പറ്റൂല. എന്ത്? തിന്മ ചെയ്യുമ്പോൾ നന്മ കൊണ്ട് പ്രതിരോധിക്കുക. സുബ്ഹാനല്ലാഹ്, അത് മഹത്തായ ഒരു സ്വഭാവമാണ്. എനിക്കിങ്ങനെ പറയാൻ വളരെ എളുപ്പമായിരിക്കും നിങ്ങൾക്ക് കേൾക്കാനും. പക്ഷെ അത് സന്ദർഭം വന്നാൽ ഇങ്ങോട്ട് തിന്മ ചെയ്യുമ്പോഴാണ് നമുക്കത് അങ്ങനെ പ്രതികരിക്കാൻ കഴിയാതിരിക്കുക നന്മ കൊണ്ട്. അള്ളാഹു ആ സ്വഭാവത്തിലേക്ക് നമ്മൾ എത്തിച്ചു തരുമാറാകട്ടെ. എന്നിട്ട് അള്ളാഹു ഉടനെ പറഞ്ഞു പിശാചിൽ നിന്ന് വല്ല ദുഷ്പ്രേരണയും നിനക്കുണ്ടായാൽ അള്ളാഹുവിനോട് നീ രക്ഷ തേടുക, അവനെല്ലാം കേൾക്കുന്നവനാണ്, അറിയുന്നവനാണ്. നേരത്തെ പറഞ്ഞതേ കാര്യം 3 സ്ഥലങ്ങളിൽ അള്ളാഹു ഈ കാര്യം പറഞ്ഞു. 3 സ്ഥലത്തും അള്ളാഹു മനുഷ്യനായ നമ്മുടെ ശത്രുക്കളോട് പെരുമാറുമ്പോൾ എങ്ങനെ അവനോട് പ്രതികരിക്കണം, മനുഷ്യരിൽ നിന്നുള്ള ശത്രുക്കൾ അവരോട് എങ്ങനെ പ്രതികരിക്കണം എന്ന് പറഞ്ഞു. തിന്മ ചെയ്യുമ്പോൾ അങ്ങോട്ട് നന്മ കൊണ്ട് പ്രതിരോധിക്കുക. എന്നാൽ പിശാചിൽപ്പെട്ട നമ്മുടെ ശത്രു നമ്മൾ ഉപദ്രവിക്കാൻ വന്നാൽ ഏത് നിലക്കായാലും എന്ത് ചെയ്യണം? അള്ളാഹുവിനോട് രക്ഷിക്കണം. ഓരോ നന്മ കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഈ 3 സ്ഥലങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ 3 ആയത്ത്. ഒന്ന് സൂറത്തുൽ അറാഫ് 200-ാമത്തെ ആയത്ത്, സൂറത്തുൽ മുഅ്മിനൂൻ അതിലെ 96 മുതലുള്ള ആയത്ത്, സൂറത്തു ഫുസ്സിലത്ത് അതിലെ 36 മുതലുള്ള ആയത്തുകൾ. ഇബ്നു കസീർ റഹിമഹുല്ലാഹു തആല ഈ 3 ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു വഹഹാദിഹി സലാസു ആയാത്തിൻ, ഇതാ ഈ 3 ആയത്തുകൾ ലൈസ ലഹുന്ന റാബിഅത്തുൻ ഫി മഅനാഹ, ഇതേ അർത്ഥത്തിൽ വേറെ 4-ാമത്തെ ആയത്ത് 4-ാമത്തെ ഒരു സ്ഥലത്ത് അല്ലാഹു പറഞ്ഞത് കാണുകയില്ല. വഹുവ അന്ന അല്ലാഹ തആല, അതെന്താണ്? അല്ലാഹു കൽപ്പിക്കുന്നു യഅ്മുറു ബിമുസാനഅത്തിൽ അദുവിൽ ഇൻസി വൽ ഇഹ്സാൻ ഇലൈഹി ലിയറുദ്ദ അൻഹു طبعه الطيب الأصل إلى الموالاة والمصافات. അതെന്തിനാണ്? മനുഷ്യനായ നിങ്ങളുടെ ശത്രു എന്തെങ്കിലും തിന്മ ഉപദ്രവം ചെയ്യാൻ വന്നാൽ അവരോട് നന്മ ചെയ്യുക. കാരണം എന്താണ്? അവന്റെ അഫിൽ എന്താ? അടിസ്ഥാനം എന്താ? നന്മയാണ്. മനുഷ്യന്റെ അടിസ്ഥാനം നന്മയാണ്. കുല്ലു മൗലൂദ യൂലദു അലൽ ഫിത്ര, മനുഷ്യൻ എല്ലാം അവൻ ജനിക്കുന്നത് എങ്ങനെയാണ്? ശുദ്ധ പ്രകൃതിയിലാണ്, മുസ്ലിമായിട്ടാണ്. അബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുവജ്ജിസാനിഹി, അവന്റെ മാതാപിതാക്കളാണ് അവനെ യഹൂദിയാക്കുന്നത്, മജൂസിയാക്കുന്നത്, ക്രിസ്ത്യാനിയാക്കുന്നത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ആട് പ്രസവിക്കുന്നതിന്റെ ഉദാഹരണം പറഞ്ഞു. ഒരു കുഴപ്പമില്ലാത്തൊരു ആടിന് പ്രസവിക്കുന്നത് പോലെ മനുഷ്യൻ പ്രസവിക്കുമ്പോ ഫിത്രയിലാണ്, ശുദ്ധ പ്രകൃതിയിലാണ് ജനിക്കുന്നതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ആ സ്വതയിലേക്ക് അവൻ മടങ്ങാൻ വേണ്ടി അവനോട് എന്ത് ചെയ്യുക? നന്മ പ്രവർത്തിക്കുക. അപ്പൊ അവൻ നല്ല സ്വഭാവത്തിലേക്ക് വരും. എന്നിട്ട് ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹു തആല പറഞ്ഞു എന്താണ്? വയഅ്മുർ, എന്നാൽ അല്ലാഹു കൽപ്പിക്കുന്നു ബിൽ ഇസ്തിആദതി ബിഹി മിനൽ അദുവി ശൈത്താനി, എന്നാൽ ശൈത്താനിൽപ്പെട്ട ജിന്നുവർഗത്തിൽപ്പെട്ട പിശാച് ഇങ്ങനെ ഉപദ്രവിക്കാൻ വന്നാലോ എന്ത് ചെയ്യണം? അല്ലാഹുവിനോട് രക്ഷ തേടുക. ലാ മുഹാല, വേറൊരു വഴിയുമില്ല. ഇതില യഖ്ബലു മുസാനഅ വല ഇഹ്സാന, കാരണം ഒരു നന്മ സ്വീകരിക്കൂല. എന്തെങ്കിലും നന്മ അങ്ങോട്ട് ചെയ്തു കൊടുത്താൽ അവൻ സ്വീകരിക്കും. വല യബ്തഗി ഗൈറ ഹലാകി ഇബ്നി ആദം, ആദമിന്റെ പുത്രൻ മനുഷ്യൻ അവൻ ഹലാക്ക്, നശിക്കുക, അവന്റെ മരണമല്ലാതെ പിശാച് കൊതിക്കുന്നില്ല, നശിക്കുക അവൻ. അതല്ലാതെ ഇവന് വേറൊരു ഉദ്ദേശവുമില്ല. ലിശിദ്ദത്തിൽ അദാവതി ബൈനഹു വബൈന അബീഹി ആദം മിൻ ഖബ്ൽ, എന്ത് കാരണത്താൽ? നമ്മുടെ ഉപ്പാനോടുള്ള കടുകടുത്ത ദേഷ്യം കാരണത്താൽ. അതല്ലേ ജനിക്കുമ്പോൾ തന്നെ അത് കുത്തുന്നത്, അല്ലേ? ജനിച്ചു വീഴുമ്പോൾ തന്നെ കുത്തുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? ഒരു സ്പർശനം, അതുകൊണ്ടാണ് എല്ലാ കുട്ടികളും കരയുന്നത്.
ഈസ അലൈഹിസ്സലാത്തു വസ്സലാമയും അദ്ദേഹത്തിന്റെ ഉമ്മയും ഒഴികെ. കാരണം ഉമ്മ അപ്പൊ തന്നെ പ്രാർത്ഥിച്ചു, ഇന്നി ഉഈദുഹാ ബിക വദുർരിയതഹാ മിനശ് ശൈത്താനിർ റജീം. ഇമ്രാന്റെ ഭാര്യ നല്ലവരായ സ്ത്രീ മകൾക്കും മകളുടെ കുട്ടിക്കും വേണ്ടി അള്ളാഹുവിനോട് പിശാചിൽ നിന്ന് രക്ഷ തേടിയത് കാരണത്താൽ ആ പിശാചിന്റെ ആ സ്പർശനം അവർ കേൾക്കുകയില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. അപ്പൊ വായു കയറിയിട്ട് കരയുന്നെന്ന് പറഞ്ഞില്ല പണ്ട്, അപ്പൊ അത് ഓർമ്മ ഉണ്ടാവല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് ആ ശത്രുത കാരണത്താൽ. കമാ ഖാല തആല, ഇതാ അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ, യാ ബനീ ആദം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ആയത്താണ്. മനുഷ്യരോട് മുഴുവൻ അള്ളാഹുവിന്റെ നസീഹത്ത് നോക്ക്, അള്ളാഹുവിന്റെ ഗുണകാംശം, അള്ളാഹു അവർക്ക് ഖൈർ വരണം, അവർ ഖൈറിലേക്ക് എത്തണം എന്ന അള്ളാഹു അവന്റെ നിർദ്ദേശം നോക്ക്. യാ ബനീ ആദം ലാ യഫ്തിനന്നകും ശൈത്താൻ കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന. സുബ്ഹാനല്ലാഹ്. ഓ മനുഷ്യപുത്രരെ, ആദമിന്റെ മക്കളെ, പിശാച് നിങ്ങളെ ഫിത്നയിലാക്കാതിരിക്കട്ടെ. കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന. നിങ്ങളുടെ ഉപ്പാനെയും ഉമ്മാനെയും നിങ്ങളുടെ മാതാപിതാക്കളെ അവൻ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ ഒന്നടങ്കം വിളിച്ചുകൊണ്ട് പറയുകയാണ്, മനുഷ്യരെ നിങ്ങളെ ഉപ്പയും ഉമ്മയും പിശാചിന്റെ കെണിയിൽപ്പെട്ട് എങ്ങനെയാണോ സ്വർഗത്തിൽ നിന്ന് പുറത്തായത്, അതുപോലെ അവൻ നിങ്ങളെ ഫിത്നയിലാക്കാതിരിക്കട്ടെ. എങ്ങനെയാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ പിശാച് കെണിയിലാക്കിയത്? അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ സൗകര്യങ്ങളും കൊടുത്തു. പക്ഷേ വല തഖറബാ ഹാദിഹി ശജറ ഫതകൂന മിനൽ ളാലിമീൻ. ആ മരത്തോട് നിങ്ങൾ അടുത്തു പോകരുത്, അങ്ങനെ ചെയ്താൽ നിങ്ങൾ അക്രമികളിൽ പെട്ടുപോകും. പിശാച് അങ്ങോട്ട് പോയിട്ട് എന്ത് പറഞ്ഞു? ഫവസ്വസ ലഹും ശൈത്താൻ. അവർക്ക് പോയി വസ്വാസ് ഉണ്ടാക്കി. അവരോട് പോയി പിശാച് പറഞ്ഞു, ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു, ഹൽ അദുല്ലുക്കും അലാ ശജറത്തിൽ ഖുൽദി വമുൽകിൻ ലാ യബ്ലാ. ഞാൻ നിങ്ങൾക്കൊരു മരത്തെ കാണിച്ചു തരട്ടെയോ? എന്താണ് ആ മരം? ശജറത്തിൽ ഖുൽദ്, ശാശ്വതവാസത്തിന്റെ മരമാണത്. അത് തിന്നാൻ സ്വർഗത്തിൽ നിത്യവാസികളായിരിക്കും. അതുപോലെ വമുൽകിൻ ലാ യബ്ലാ, ഒരിക്കലും തീർന്നു പോകാത്ത അധികാരത്തിന്റെ മരം ഏതാണെന്ന് കാണിച്ചു തരട്ടെയോ? നേരെ കളവാണ് പറഞ്ഞു കൊടുക്കുന്നത്. അള്ളാഹു പറഞ്ഞതിന് നേരെ എതിരാണ് പറഞ്ഞു കൊടുക്കുന്നത്. അള്ളാഹു പറഞ്ഞത് അടുത്തു പോകരുത്, പക്ഷെ അതിന്റെ നേരെ എതിര്. മാത്രമല്ല അത് ദീനത്താക്കി കൊടുക്കുന്നു. പിശാച് ദുഷ്പ്രവർത്തനങ്ങൾ നല്ലതാണെന്ന് തോന്നിപ്പിച്ചു തരും. അള്ളാഹു മനുഷ്യരെ ഒന്നടങ്കം വിളിച്ചിട്ട് പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ. സൂറത്ത് ഫാത്തിറിലെ ആയത്താണ്. യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, അള്ളാഹുവിന്റെ വാഗ്ദാനം അത് സത്യമാണ്. ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ, അതുകൊണ്ട് ഈ ലോകം നിങ്ങളെ വഞ്ചിച്ചു കളയാതിരിക്കട്ടെ. വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ, പരമവഞ്ചകനായ പിശാച് നിങ്ങളെ വഞ്ചിച്ചു കളയാതിരിക്കട്ടെ. ഈ ലോകം എന്ന് പറഞ്ഞാൽ വഞ്ചിച്ചു കളയുന്നു. അമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ദുനിയാവ് എന്ന് പറയുന്നത് വഞ്ചിക്കുന്ന ഒരു വിഭവം മാത്രമാണ്, കണ്ണഞ്ചിപ്പിക്കും, തോൽപ്പിച്ചു കളയും. അതാണ് കാഫിറുകളെ കുറിച്ച് അള്ളാഹു പറഞ്ഞത്, യഅലമൂന ളാഹിറൻ മിനൽ ഹയാത്തിദ് ദുനിയ. കാഫിറുകൾ അവർ പഠിച്ചു വെച്ചിരിക്കുന്നു, അവരറിഞ്ഞിരിക്കുന്നു, ളാഹിറൻ മിനൽ ഹയാത്തിദ് ദുനിയ, ദുനിയാവിന്റെ പുറം മോടികൾ പലതും. അതെന്താണ്? മുഅ്മിൻ പരലോകത്തെ കുറിച്ച്, ദീനിനെ കുറിച്ച് പഠിക്കണം എന്ന് പറഞ്ഞത്. ദുനിയാവിനെ കുറിച്ച് പഠിച്ചാൽ, അധികം പഠിച്ചാൽ ദുനിയാവിന്റെ പിന്നാലെ ആയി പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നു, വലാ തജ്അലി ദുനിയ അക്ബറ ഹമ്മിനാ വലാ മബ്ലഗ ഇൽമിനാ. അല്ലാഹുവേ, ദുനിയാവിനെ നീ ആക്കി കളയല്ലേ അക്ബറ ഹമ്മിനാ, ഞങ്ങളുടെ ഏറ്റവും വലിയ വിഷയം, ചിന്തിക്കുന്ന, ആലോചിക്കുന്ന, ടെൻഷൻ അടിക്കുന്ന, ചർച്ച നടത്തുന്ന, കണക്കൂട്ടുന്ന വിഷയം എന്തുമാത്രം? ദുനിയാവ് മാത്രം. അങ്ങനെ ആക്കല്ലേ അള്ളാഹു. വല മബ്ലഗ ഇൽമിനാ, നമ്മുടെ ഏറ്റവും വലിയ അറിവ് അതെന്താ? ദുനിയാവ്. അങ്ങനെ അള്ളാഹു ആക്കല്ലേ. കാഫിറുകളെ കുറിച്ച് അള്ളാഹു പറഞ്ഞു, ദാലിക മബ്ലഗുഹും മിനൽ ഇൽം, അതാണ് അവരെ ആകെയുള്ള ഒരു അറിവ്. ആകെ പഠിച്ചിട്ടുള്ള എന്താ? ദുനിയാവ് മാത്രം. ദുനിയാവിനെ കുറിച്ച് പലതും അറിയാം, വിദഗ്ധനാണ്. എന്ത് വേണമെങ്കിലും അയാളോട് ചോദിച്ചാൽ മതി. ദീനിന്റെ കാര്യം ഒന്നും അറിയില്ല അയാൾക്ക്. അതില്ലാത്ത അവസ്ഥയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. നാം ബുഖാരി തിരിച്ചിട്ടുള്ള ഹദീസാണ്. മൻ യുരിദില്ലാഹു ബിഹി ഖൈറ, അള്ളാഹു ഒരുവനിൽ ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവൻ എന്ത് കൊടുക്കും? കുറെ പൈസ കൊടുക്കുമെന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നല്ല തറവാട്ടിൽ അവനെ ജനിപ്പിക്കുമെന്നല്ല പറഞ്ഞത്. നല്ല ജോലി കൊടുക്കുമെന്നല്ല. യുഫഖിഹു ഫിദ്ദീൻ,
അവന് ദീനിൽ ഫിഖ് കൊടുക്കും, ആഴത്തിലുള്ള വിജ്ഞാനം കൊടുക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അതുകൊണ്ട് ദീൻ പഠിക്കണം, മനസ്സിലാക്കണം. ദുനിയാവിന്റെ പിന്നാലെ ആയിപ്പോകും. ദുനിയാവ് വഞ്ചിക്കുന്നതാണ്, അതുപോലെ പിശാചും വഞ്ചിക്കുന്നതാണ്. ഹവ നമ്മളെ വഞ്ചിക്കുന്നതാണ്. من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى. ആര് അല്ലാഹുവിന്റെ മഖാം അതിന് ഭയപ്പെടുന്നുവോ, അതുപോലെ വനഹൻ നഫ്സ അനിൽ ഹവ, സ്വന്തം നഫ്സിനെ ഹവയിൽ നിന്ന്, ദേഹേച്ഛയിൽ നിന്ന് തടഞ്ഞു നിർത്തുന്നുവോ, അതിൽ നിന്ന് മാറിപ്പോകുന്നുവോ, അവനുള്ളതാണ്, അവരിലേക്കാണ് സ്വർഗം അടുത്തുകൊണ്ടുവരപ്പെടുന്നത് എന്ന് പറഞ്ഞു. അള്ളാഹു പിശാച് നമ്മുടെ ശത്രുവാണെന്ന് പറഞ്ഞു. ഇന്ന ശൈത്താന ലക്കും അദുവ്വൻ ഫത്തഖിദൂഹു അദുവ്വാ. പിശാച് നിങ്ങളുടെ ശത്രുവാണ്, തീർച്ചയാണ് അവനെ നിങ്ങൾ ശത്രുവായി തന്നെ സ്വീകരിക്കണം. ഇന്നഹു ലക്കും അദുവ്വൻ മുബീൻ, അവൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ്. നമ്മൾ നശിക്കലാണ് പിശാചിന്റെ ഉദ്ദേശം, വേറൊന്നും അവന് ഉദ്ദേശമില്ല. അവൻ അള്ളാഹുവിനോട് പറഞ്ഞു, ലഅഖുദന്ന ലഹും സിറാത്തക്കൽ മുസ്തഖീം ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم ولا تجد أكثرهم شاكرين. അല്ലാഹുവേ ലഅഖുദന്ന ലഹും സിറാത്തക്കൽ മുസ്തഖീം, നിന്റെ സിറാത്തുൽ മുസ്തഖീമിൽ അവർക്ക് വിലങ്ങുതടിയായി ഞാൻ പോയിരിക്കുന്നതാണ്. ثم لآتينهم, എന്നിട്ട് ഞാൻ അവരിലേക്ക് ചെല്ലും. മിൻ ബൈനി ഐദീഹിം, മുന്നിലൂടെ വരും. വമിൻ ഖൽഫിഹിം, പിന്നിലൂടെ വരും. വഅൻ അയ്മാനിഹിം, അവരുടെ വലതുഭാഗത്തൂടെ ചെല്ലും. അവരുടെ വഅൻ ശമാഇലിഹിം, അവരുടെ ഇടതുഭാഗത്തൂടെ ചെല്ലും. വലാ തജിദു അക്സറഹും ശാകിരീൻ, അവരിൽ ബഹുഭൂരിപക്ഷത്തെയും അല്ലാഹുവേ നന്ദിയുള്ളവരായി നിനക്ക് കാണാൻ സാധിക്കുകയില്ല. മനുഷ്യരിൽ വലാകിൻ അക്സറ അന്നാസി ലാ യശ്കുറൂൻ, മനുഷ്യരിൽ ഭൂരിഭാഗവും അല്ലാഹുവിനോട് നന്ദി കാണിക്കാത്തവരാണെന്ന് അല്ലാഹു പറഞ്ഞില്ലേ. എന്താണ് പിശാച് ഇങ്ങനെ വഴിതെറ്റിച്ചത്? ആയത്തിന്റെ തഫ്സീറിൽ മുൻഗാമികൾ പറഞ്ഞു, പിശാച് ഒരു ഭാഗം പറഞ്ഞില്ല, മുകളിലൂടെ അവരുടെ അടുത്തേക്ക് വരുമെന്ന് പറഞ്ഞില്ല. എന്താണ്? മുകളിലൂടെ നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണ്. അതുകൊണ്ടാണ് അത് പറയാതിരുന്നതെന്ന് മുൻഗാമികൾ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. പിശാച് ഇങ്ങനെ ഏത് നിൽക്കും മനുഷ്യനെ തെറ്റിക്കാൻ ശ്രമിക്കും. അവൻ ഹലാക്കല്ലാതെ വേറൊന്നും ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവനെ ഉർഫ് ചെയ്തു കൊടുത്തുകൊണ്ട് കാര്യമില്ല. മനുഷ്യരിലെ ശത്രുക്കൾ അവർക്ക് നന്മ ചെയ്താൽ അവർ നേരെ മിത്രങ്ങളായി മാറും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം മാത്രം എടുത്ത് പരിശോധിച്ചാൽ അത് കാണാം. നബിയുടെ കടുത്ത ശത്രുക്കളായിരുന്ന ആളുകൾ പിന്നീട് എന്ത് പറഞ്ഞു? ഇതാ ഞാൻ അടുത്തേക്ക് വരുന്നത്, ഇതിനു മുമ്പ് എനിക്ക് ഏറ്റവും കാണാൻ ഞാൻ വെറുത്തിരുന്ന മുഖം മുഹമ്മദിന്റെ മുഖമായിരുന്നു. പക്ഷെ ഇപ്പൊ ഏറ്റവും ഞാൻ കാണാൻ ഇഷ്ടപ്പെടുന്ന മുഖം മുഹമ്മദിന്റെ മുഖമാണ്. ഞാൻ ഏറ്റവും വെറുത്തിരുന്ന ദീൻ മുഹമ്മദിന്റെ ദീനായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ തൃപ്തിപ്പെടുന്ന, സ്വീകരിക്കുന്ന, എനിക്കിഷ്ടമുള്ള ദീൻ മുഹമ്മദിന്റെ ദീനാണ് എന്ന് പറഞ്ഞവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കൾ. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും ഒരാളെയും, ഒരു മനുഷ്യനെ, സ്ത്രീയെ, ഒരു അടിമയോ ജോലിക്കാരനെ കൈകൊണ്ട് അടിച്ചിട്ടില്ല, റസൂലിനെ ചീത്ത വിളിച്ചിട്ടില്ല. പക്ഷെ അള്ളാഹുവിന്റെ ഹുർമാത്ത് ലംഘിക്കപ്പെട്ടാൽ ഇതിന്റെയും ശിക്ഷ നടപ്പിലാക്കും. അവിടെ പിന്നെ വേറെ സംസാരങ്ങളില്ല. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്നതിന്റെ തഫ്സീറിൽ പറയാനുള്ളത് ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ആഴ്ച സൂചിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നായി പഠിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ജീവിതത്തിൽ പാലിക്കുവാനുള്ള മഹത്തായ സൗഭാഗ്യം നൽകുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.